ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. നമുക്കെല്ലാവർക്കും തമാശകൾ ഇഷ്ടമാണല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ചില പ്രസിദ്ധരായ ആളുകൾ അവർ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞ തമാശകളെക്കുറിച്ചാണ്. ആദ്യത്തേത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു അമേരിക്കൻ ബഹുസ്വര ശാസ്ത്രജ്ഞനായിരുന്നു. എഴുത്തുകാരനാണ്, കണ്ടുപിടുത്തക്കാരനാണ്, രാഷ്ട്രതന്ത്രജ്ഞനാണ്, നയതന്ത്രജ്ഞനാണ്, പ്രിൻ്ററാണ്, പ്രസാധകനാണ്, രാഷ്ട്രീയ തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്തെ ഏറ്റവും സ്വാധീനമുള്ള ബുദ്ധിജീവികളിൽ ഒരാളാണ് അദ്ദേഹം. യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ദി വിൻഡോ എന്നതിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ 9 മണിക്ക് ഉറക്കമുണരും. കാലത്തെ വരുന്ന ന്യൂസ് പേപ്പർ എടുത്ത് മരിച്ചുപോയവരെ പറ്റി പ്രതിപാദിക്കുന്ന പേജ് എടുക്കും. എൻ്റെ പേര് അതിലില്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമെന്ന്. അടുത്തതായി ഈ ചാപ്റ്ററിൽ പറയുന്നത് ആർതർ കൊനാൻ ഡോയൽ എന്ന പേരുകേട്ട ഡിറ്റക്റ്റീവ് നോവലിസ്റ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം കുറ്റാന്വേഷണ കഥകളാണ്. ഒരിക്കൽ അദ്ദേഹം പാരീസിലേക്ക് പോയി. ഹോട്ടലിൽ പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന് ഒരു ടാക്സി വേണം. ഒരു ടാക്സിയുടെ അടുത്ത് ചെന്നപ്പോൾ ടാക്സിക്കാരൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, മിസ്റ്റർ കൊനാൻ ഡോയൽ, നിങ്ങൾക്ക് ഏത് ഹോട്ടലിലേക്കാണ് പോകേണ്ടതെന്ന്. ടാക്സിക്കാരനെ തൻ്റെ പേര് അറിയാമെന്ന കാര്യം ഡോയിനെ സന്തോഷിപ്പിക്കുകയും അത്ഭുതസ്തംഭനാക്കുകയും ചെയ്തു. ഡോയൽ ടാക്സിക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ കൊനാൻ ഡോയൽ ആണെന്ന്? ടാക്സിക്കാരൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചിരുന്നു, ഈ ആഴ്ച താങ്കൾ ഒരു സന്ദർശനത്തിനായി ഇവിടെ വരുന്നുണ്ടെന്ന്. നല്ല ഇംഗ്ലീഷ് വൂൾ കൊണ്ടുണ്ടാക്കിയ സ്യൂട്ടാണല്ലോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്. ഡോയൽ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, നിങ്ങളൊരു നല്ല കുറ്റാന്വേഷകനാണ്. അപ്പോൾ ടാക്സിക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു ഡിറ്റക്റ്റീവ് ഒന്നുമല്ല. അപ്പോൾ ഡോയൽ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ടാക്സിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ പേര് നിങ്ങളുടെ ലഗേജിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അടുത്തത് ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വെയിനെ കുറിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ അദ്ദേഹം ഫ്രാൻസിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം ട്രെയിനിൽ ഡീഷോണിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വളരെ ക്ഷീണിതനായതുകൊണ്ട് ഒന്നുറങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഡീഷോണിൽ വണ്ടി എത്തിയ ഉടൻ തന്നെ എഴുന്നേൽപ്പിക്കണമെന്നും വണ്ടിയിൽ നിന്നും പുറത്തിറക്കണമെന്നും അദ്ദേഹം ട്രെയിനിലെ കണ്ടക്ടറോട് പറഞ്ഞു വെച്ചു. കൂടാതെ താൻ ഭയങ്കരമായി ഉറങ്ങുന്ന കൂട്ടത്തിലാണെന്നും ഉറക്കത്തിൽ നിന്നും ആരെങ്കിലും തന്നെ വിളിച്ചുണർത്തിയാൽ താൻ ബഹളം വെച്ചിരിക്കുമെന്നും അതുകൊണ്ട് കണ്ടക്ടർ വിഷമിക്കരുതെന്നും ട്രെയിനിൽ നിന്നും തന്നെ ഇറക്കി വിട്ടേക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് മാർക്ക് ട്വെയിൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോഴേക്കും ഡീഷോണെല്ലാം കഴിഞ്ഞ് തീവണ്ടി പാരീസിലെത്തിയിരുന്നു. ദേഷ്യത്തോടെ അദ്ദേഹം കണ്ടക്ടറുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഇത്രയും ദേഷ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല എന്ന്. കണ്ടക്ടർ ശാന്തമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഡീഷോണിൽ ഞാൻ ഇറക്കിവിട്ട അമേരിക്കക്കാരൻ്റെ പകുതി ദേഷ്യം പോലും താങ്കൾക്കില്ലല്ലോ എന്ന്. അടുത്തതായി ഈ ചാപ്റ്ററിൽ പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു ജർമ്മൻ ഫിസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവ്. അദ്ദേഹം വളരെ താമസിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വളരെ വിഷമിച്ചു. അവർ വിചാരിച്ചത് അവരുടെ കുട്ടി സംസാരിക്കാത്തത് എന്തെങ്കിലും മെൻ്റൽ വികസനത്തിൻ്റെ കുറവ് മൂലമായിരിക്കുമെന്ന്. അങ്ങനെയിരിക്കെ അവസാനം ഒരു രാത്രിയിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ നിശബ്ദത തകർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ സൂപ്പിന് ഭയങ്കര ചൂടാണല്ലോ എന്ന്. മാതാപിതാക്കൾക്ക് സന്തോഷമായി. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു വാക്ക് പോലും നീ പറയാതിരുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വരെ എല്ലാം വളരെ ശരിയായിരുന്നുവെന്ന്.